الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين هم للزكاة فاعلون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, റബ്ബിന്റെ എല്ലാ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ രഹസ്യമായി പരസ്യമായി പാലിക്കുന്നവരാകണം എന്നുള്ള പ്രധാന കാര്യം ആമുഖമായി എന്നോടും നിങ്ങളോടും ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്തായി ഉപദേശിക്കുകയും ചെയ്യുന്നു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ ആദ്യ പത്തിൽ നിന്ന് ആദ്യ പകുതിയിലേക്ക് വളരെ വേഗതയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുണ്യങ്ങൾ കളിയാടുന്ന ദിനരാത്രങ്ങളാണ്. അതിന്റെ മഹത്വങ്ങളും അതിൽ വിശ്വാസികൾ കിട്ടുന്നതായ അനന്തനീയമായിട്ടുള്ള അവർണ്ണനീയമായുള്ള ആത്മീയ ആനന്ദങ്ങൾ നമ്മൾ ഓരോ ആഴ്ചകളിൽ നടത്തപ്പെടുന്ന ക്ലാസ്സുകളിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നാം സന്തോഷിക്കുന്നത് നമ്മുടെ ഇസ്ലാമിയത്തിൽ എങ്ങോട്ടാണ്? ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളതാണ്. നാം ഗർവ് നടിക്കുന്നത് നമ്മുടെ ഇസ്ലാമിയത്തിൽ കൊണ്ടാണ്. ഞാനൊരു മുസ്ലിമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ അഭിമാനിക്കുന്നത് എന്റെ ഇസ്ലാമിയത്ത് കൊണ്ടും ഞാനൊരു മുസ്ലിമാണ് എന്നുള്ള കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് എനിക്ക് അവസരം കിട്ടിയത് എന്ന സന്തോഷമാണ്. ഞാനത് പ്രഖ്യാപിക്കുന്നു, വഅന മിനൽ മുസ്ലിമീൻ. ഞാനത് പറയുന്നു ഖുർആനിൽ, വഅന അവ്വലുൽ മുസ്ലിമീൻ. ഞാൻ ഒന്നാമനാണ്, ഞാൻ ഫസ്റ്റാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എന്നാൽ പലപ്പോഴും ഈ വാക്കുകൾ, ഈ ഗർവ്വമുള്ളത്, ഈ അഭിമാനമുള്ളത്, ഈ ആനന്ദം, ഈ സന്തോഷം, ആളുകൾക്കിടയിലുള്ള പ്രകടനം, ഇത് വെറും പ്രകടനം, കാപട്യം നിറഞ്ഞ പ്രകടനം മാത്രമാണ് എന്ന് പറയാതെ വയ്യ. ഞാൻ മുസ്ലിം എന്ന നിലയ്ക്ക് ഞാൻ നോമ്പ് നോക്കുമ്പോ, ഞാൻ മുസ്ലിം എന്ന നിലയ്ക്ക് 5 വഖത്ത് ഞാൻ നമസ്കരിക്കുമ്പോ, ഞാൻ മുസ്ലിം എന്ന് പറഞ്ഞ് ഈ 3 ഭാഗങ്ങളിൽ ആദ്യ 3-ൽ മാത്രം എത്തി നിൽക്കുന്ന ഞാൻ പിന്നീടുള്ള തുടർന്നുള്ള കാര്യങ്ങളിൽ മുസ്ലിം ആകാതെ മുസ്ലിമാണ് എന്ന് ലോകത്തിന് മുമ്പിൽ പറയുന്നു. മുസ്ലിമാണെന്ന് ഞാൻ നിസ്കാരത്തിൽ ഞാൻ അത് പ്രഖ്യാപിക്കുന്നു. മുസ്ലിമാണ് എന്ന് ഞാൻ എന്റെ ആരാധനകൾ പകുതി ചെയ്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു. ഇത് വലിയ വല്ലാത്തൊരു അത്ഭുതമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സഹോദരങ്ങളെ, നോമ്പ് കൊണ്ട് മാത്രം ഒരാൾ മുസ്ലിം ആവില്ല. പട്ടിണി കൊണ്ടുവന്ന് വൈകുന്നേരം വരെല്ലാം ആളുകൾ വികാര വിചാരങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ശക്തമായുള്ള ത്യാഗങ്ങൾ കൊണ്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല എന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നീട് എന്ത് വേണം? ഇസ്ലാം ഒരിക്കലും നമസ്കാരത്തോടൊപ്പം ചേർത്ത് പറഞ്ഞത് നോമ്പിനെ അല്ലല്ലോ.
ഇസ്ലാം കാര്യങ്ങൾ ഇസ്ലാം അലാ ഖംസി, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 5 തൂണിൽ മേലാണ്. അതാണ് ഷഹാദത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ മാത്രം ഷഹാദത്ത് അർപ്പിക്കുക. വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, മുഹമ്മദ് നബിക്ക് ഞാൻ മുഹമ്മദ് നബിയെ ദൂതനായി അല്ലാഹുവിന്റെ ദൂതനായി അംഗീകരിച്ചു പ്രഖ്യാപനം നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. രണ്ടാമത് വഇഖാമിസ് സ്വലാത്ത്, നിസ്കാരം നിലനിർത്തുക. അതിനെ ചേർത്ത് പറഞ്ഞത് സൗമറമളാൻ എന്നല്ല, അതിന്റെ കൂടെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത് വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാം. എന്താ? അഖീമുസ് സ്വലാത്ത് വആത്തുസ് സകാത്ത്, സകാത്ത് കൊടുക്കാതെ, സകാത്തിനെ പറ്റി ചിന്തിക്കാതെ, സകാത്തിന്റെ അവകാശികൾക്ക് അതിന്റെ അവകാശം എത്തിച്ചു കൊടുക്കാതെ, സകാത്തിന്റെ മുതൽ തന്റെ മുതലിന്റെ കൂടെ ചേർത്ത് വെക്കുന്ന, സകാത്തിന്റെ മുതൽ താൻ ഉപയോഗിക്കുന്ന, സകാത്തിന്റെ മുതൽ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, സകാത്തിന് മുതൽ താൻ ഉപയോഗിക്കുന്ന, തന്റെ വസ്ത്രത്തിൽ സകാത്തിന്റെ ആ ഒരു ഓഹരിയുള്ള, തന്റെ ഓഹരിയിൽ തന്റെ ആ ചെലവ് കൊടുക്കേണ്ടവർക്ക് സകാത്തിന്റെ ഓഹരി വെച്ച് കൊടുക്കുന്ന ഒരു വ്യക്തി നോമ്പ് നോക്കി എന്താ കാര്യം? ആ മുസ്ലിമാണ്, ആ അർദ്ധ മുസ്ലിം, പകുതി മുസ്ലിം. എങ്ങനെയാണ് മുസ്ലിം ആകുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫ സ്ഥാനം ഏറ്റെടുത്തു. ആ പുറമൊക്കെ പാവമാണ്, പുറമൊക്കെ അദ്ദേഹം സംസാരിക്കുന്നതിൽ മറ്റൊക്കെ വളരെയധികം ലോലനായിട്ടാണ്. അന്നേരാണ് നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നവും കലുഷിതമായ ഒരു അവസ്ഥയിൽ അധികാരം നൽകപ്പെട്ടതിന്റെ ആ ഒരു അവസ്ഥ. എല്ലാ ഭാഗത്തും അദ്ദേഹത്തിന് ഭീഷണി മറ്റു കാര്യങ്ങളാണ്. മുഹമ്മദ് നബി പോയപാട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയാൽ നുബുവത്ത് അവസാനിക്കുന്നില്ല, ഞാനാണ് നബി എന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരുപാട് ആളുകൾ ചുറ്റുഭാഗത്ത് ഭരണമുള്ളവരും ഇല്ലാത്തവരും ആത്മീയ ഗുരുക്കളും രംഗത്ത് വന്നു. ഇവരെ പിന്തുടരാൻ ഒരുപാട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ചിട്ടുള്ള സ്വഹാബികളിൽ നിന്ന് പഠിച്ച താബിഈകളായ ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഭാഗത്ത് ഈ പ്രശ്നം നബിയുടെ ഒപ്പാമായത് തുടർന്ന് മുസ്ലിമീങ്ങളുടെ ബലം ക്ഷയിച്ചു. ഇനി ഇവരെ എങ്ങനെ വേണമെങ്കിലും കൈകാര്യം ചെയ്യാമെന്ന നിലക്ക് പട്ടാളങ്ങളെ ഒരുക്കി ഊഴം കാത്തു നിൽക്കുന്ന പേർഷ്യൻ, റോമൻ മൊത്തം അവർ നിൽക്കുന്ന ആ പട്ടാളങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെയാണ്. ആധുനികമായ സജ്ജീകരണങ്ങളോടുകൂടെ മുസ്ലിമീങ്ങളെ മൊത്തം ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവർ. മറ്റു ഭാഗത്ത് ജൂതന്മാർ മദീന പ്രവിശ്യയിൽ നിന്ന് സമ്പൂർണ്ണമായി നാട് കടത്തപ്പെട്ട ഖൈബറിൽ നിന്നും നാട് കടത്തപ്പെട്ടവർ മുഴുവൻ എല്ലാ വഞ്ചനകളും കുടിലതകളും ഒരുമിച്ച് കൂട്ടി സകല സന്നാഹങ്ങളോടുകൂടെ വീണ്ടും ആക്രമിക്കണമെന്ന് ബോധിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ കാലിനടിയിൽ നിൽക്കുന്ന സ്ഥലം അവിടെ തന്നെ മണലൊലിച്ചു പോകുന്നതിന്റെ അവസ്ഥ ഉണ്ടല്ലോ, മണ്ണൊലിച്ചു പോവുക. അതുപോലെയാണ് മുസ്ലിമീങ്ങൾ 5 വക്ത് നിസ്കരിക്കുന്നവർ, റമദാൻ മാസം നോമ്പ് നോൽക്കുന്നവർ, ഷഹാദത്ത് നബിതങ്ങൾക്ക് കൊടുത്ത ആളുകൾ, ഹജ്ജ് ചെയ്തവർ, എല്ലാമായിട്ടുള്ള മുസ്ലിമീങ്ങളായ ആളുകൾക്കിടയിൽ ഒരു വാദം വന്ന ഒരു കാര്യം എന്താ? ഞങ്ങൾ നബിതങ്ങളുടെ കാലത്തിൽ ഞങ്ങൾ നൽകിയിരുന്നു. എന്താ നൽകിയിരുന്നത്? സകാത്ത് നൽകിയിരുന്നു നബിതങ്ങൾക്ക്. കാരണം നബിതങ്ങളോട് നടത്തിയ ഒരു വാഗ്ദാനമായിരുന്നു. ഈ നബിതങ്ങൾ ഒപ്പാക്കായി, അതുകൊണ്ട് നബിതങ്ങളല്ലാത്ത ഒരാൾക്ക് ഞങ്ങൾ കൊടുക്കുമെന്ന് വാദം നൽകിയിട്ടില്ല. നബിതങ്ങൾ ഇമാമായി നിൽക്കുമ്പോൾ നബിതങ്ങൾക്ക് സകാത്ത് നൽകാൻ ബാധ്യസ്ഥരാണ്. ആ സന്ദർഭത്തിലാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ലൗ മനഊനി ഖാലൻ ഖാലിയതുഹു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾക്ക് അവർ കൊടുത്തിരുന്ന ഒരു ഒട്ടകത്തിന്റെ കഴുത്തിൽ കിട്ടുന്ന കയറിന്റെ കഷ്ണം നബിതങ്ങളുടെ കാലത്തിൽ സകാത്തായി ഓഹരിയായി അവർ നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ അവർ തരുന്നില്ല എന്ന വാക്ക് അവർ പറയുന്നുവെങ്കിൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. എന്തിനു യുദ്ധം ചെയ്യണം? മുസ്ലിമീങ്ങളല്ലേ എന്ന് ചോദിച്ച് യുദ്ധത്തിന് തയ്യാറാകേണ്ട മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങളുടെ പിന്നിൽ ഇമാമത്തിന്റെ പിന്നിൽ നിസ്കരിക്കുന്നവരും നോമ്പ് നൽകുന്നവരും ഹജ്ജ് ചെയ്യുന്നവരും ഷഹാദത്ത് സ്വീകരിച്ച ആളുകളാണ്. അവരോട് നയമായി പെരുമാറണമെന്ന് പറയുമ്പോ ഞാൻ യുദ്ധം ചെയ്ത് കടന്നുകൊണ്ടും സാധുവായി സമാധാനത്തോടെ സാധുവായി പ്രതികരിച്ചിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ചാടി ഇതിൽ പറയാണ്, നീ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നു. ലോകം മുഴുവൻ എന്നെ കൈവിട്ടാലും എന്റെ കൂടെ കൂട്ടുകാരൻ നിലക്ക് നിങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിരുന്നു. നിങ്ങളുടെ നാവിൽ ഇത്തരം വാക്കുകൾ വരുന്നുണ്ടെങ്കിൽ അതിനേൽപ്പിക്കാനോ എന്ന് പറഞ്ഞുകൊണ്ട് ചൂടാകുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എപ്പോ വല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്ക് ശ്രദ്ധിക്കുന്നത് ആരാണ്? നിസ്കാരവും നോമ്പിനിടെ
വലിയ ഗ്യാപ്പ് കൊണ്ടുവരുന്ന, അതിൽ വേർതിരിവ് കൊണ്ടുവരുന്ന ഒരാൾ അവൻ മുസ്ലിം അല്ല എന്ന നിലക്ക് കൃത്യമായി വിശുദ്ധ ഖുർആൻ ആയത്ത് ഓതി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സക്കാത്ത് കൊടുക്കുന്ന സന്ദർഭത്തിൽ, നിസ്കരിക്കുന്ന സമയത്തിൽ ദീനിൽ ആദർശമുണ്ട്, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കാത്ത ഒരാൾ അവൻ ആദർശബന്ധമില്ലാത്തവരാണെന്ന് കൃത്യമായി ആയത്ത് ഓതി ഉമർ റളിയല്ലാഹു അൻഹുവിനെ ബോധ്യപ്പെടുത്തി മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് യുദ്ധം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഉണ്ടായി? അപ്പോൾ ഞാൻ പറയേണ്ട സഹോദരങ്ങളെ, നമ്മുടെ നാടുകളിൽ പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി സകാത്ത്, പല ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾ സകാത്ത് എന്നുള്ള ആ സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ല എന്ന നിലയ്ക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലിന്റെ കാലഘട്ടത്തിൽ കൃത്യമായി എന്തില്ല? നോട്ടുകളില്ല. ഇന്ന് നോട്ടുകളാണുള്ളത്. 100ന്റെയും 50ന്റെയും 500ന്റെയും നോട്ടുകളാണുള്ളത്. നോട്ടുകൾക്ക് റസൂൽ സകാത്ത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നോട്ടിന് സകാത്ത് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ സകാത്ത് നൽകുകയില്ല. ധരിക്കുന്ന ആഭരണങ്ങൾക്ക് എന്തിന് സകാത്ത്? അതിന് സകാത്തില്ല. അഭിപ്രായങ്ങളിൽ ചിലർ മാത്രം സ്വീകരിച്ചുള്ള ചില മതപരമായ അഭിപ്രായങ്ങൾ മാറ്റിവെക്കും. പിന്നെ ഇവരുടെ സ്വത്തിൽ കോടിക്കണക്കിന് സ്വത്തുണ്ടെങ്കിലും എന്തിന്റെ വാഹനത്തിനാണോ സകാത്ത് കൊടുക്കുന്നത്? വീടിനാണോ സകാത്ത് കൊടുക്കുന്നത്? അല്ലെങ്കിൽ പറമ്പിനാണോ സകാത്ത് കൊടുക്കുന്നത്? നോട്ടിന് സകാത്തില്ല. പിന്നെയോ സകാത്ത് എന്ന പേരിൽ വീട്ടിന്റെ അടുത്ത് വല്ലതും തരണേ എന്ന് കൈനീട്ടി വരുന്ന പത്തയിട്ട കറുത്ത വസ്ത്രം ധരിച്ച മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തെറ്റി ചോദിക്കുമ്പോ 10ഓ 20ഓ നോട്ടിന്റെ കെട്ട്, പുതുപുത്തൻ കെട്ടുകൾ 27 രാത്രി മാത്രം കൊടുക്കുന്നത് കൊണ്ട് മുസ്ലിം ഉമ്മത്തിയുടെ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും പ്രയാസങ്ങളും അവരുടെ വിസ്തീരത്തും ഫക്കീരത്തും നീങ്ങുമെന്ന് സഹോദരങ്ങളെ ഒരിക്കലും നമ്മൾ വിചാരിക്കേണ്ടതില്ല. കാലാകാലം ആളുകൾക്ക് മുമ്പിൽ മുസ്ലിം വസ്ത്രം ധരിച്ച് റമദാൻ മാസത്തിൽ തെണ്ടുന്ന തെണ്ടികളായി മുസ്ലിമുകളെ മാറ്റുന്നതിൽ ഭൂരിപക്ഷം പുരോഹിതന്മാരുടെ ആളുകളുടെ ഉപദേശവും അവരുടെ നിർദ്ദേശവും ഉണ്ട് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം വിജയിക്കുമെന്ന് പഠിപ്പിച്ച സകാത്തിന്റെ ആളുകളാണ് വിശ്വാസികൾ വിജയിക്കുമാരാ. നിസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണെന്ന് പറഞ്ഞതിന് ശേഷം വന്നത് സകാത്ത് കൃത്യമായി കൊടുക്കുന്നവരാണ് എന്നുള്ളതാണ്. നമ്മുടെ അവകാശമാണ്. സകാത്ത് പറഞ്ഞാൽ സംശുദ്ധി, വളർച്ച, ഉന്നതി, ബർക്കത്ത് എന്ന അർത്ഥത്തിലാണ്. സക്കാത്ത് ക്ലാസ് എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ? മലിനമായ ഹൃദയത്തിലേക്ക് ആ ക്ലാസുകൾ കേൾക്കുമ്പോൾ മലിനത ഇങ്ങനെ നീങ്ങിപ്പോകുന്നു. ഹറാമിന്റെ കറകൾ പിടിപ്പെട്ട ഹൃദയങ്ങളെ ആ ക്ലാസുകൾ കേൾക്കുമ്പോൾ അവരിൽ മാറി നിൽക്കാൻ പ്രേരിപ്പിക്കുന്നു. മനസ്സ് ഇരുണ്ടടഞ്ഞ മനസ്സുകൾ ക്ലാസ് കേൾക്കുമ്പോൾ അസ്തമത്തുള്ള എന്ന നാവിനാൽ ഒഴിയാൻ അവർ പ്രാപ്തിയേക്കുന്നു. അത്തരം ക്ലാസ്സുകളെ തസ്കിയത്ത് ക്ലാസ് എന്ന് പറയുന്നത്. ആ സക്കാത്ത് നമ്മുടെ സ്വത്തിലുണ്ടെങ്കിൽ ക്യാൻസറാണ്. എന്റെ ശരീരത്തിലേക്ക് കയറിക്കൂടിയ ഒരു ക്യാൻസറിന്റെ കോശം എന്റെ ശരീരത്തിൽ വളർന്നതല്ലോ എന്ന നിലയ്ക്ക് കളയാതെ, എടുക്കാതെ, നീക്കാതെ ഞാൻ അങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ എന്റെ ശരീരം മൊത്തം നശിക്കാൻ കാരണമായി തീരും. സക്കാത്തിന്റെ ഓഹരി എന്റെ സമ്പത്തിൽ ഞാൻ മാറ്റിവെച്ച്, അതിൽ ഞാൻ പിടിച്ചു വെച്ച് സക്കാത്ത് കൊടുക്കാതെ എന്റെ സ്വത്തിന്റെ ഒരു അംശം കുറഞ്ഞു പോകുമല്ലോ എന്ന വിചാരം കൊണ്ട് അവ കൊടുക്കാതെ മാറ്റിവെക്കുന്ന പക്ഷം ഞാൻ എന്റെ കുടുംബത്തിന് മൊത്തം തിരിക്കുന്നതും ഞാൻ തിന്നുന്നതും എല്ലാം ഹറാമാണ്. കാരണം സകാത്ത് അത്രമാത്രം ശക്തിയോടെ ഇസ്ലാം നൽകണമെന്ന് പഠിപ്പിച്ച ഒരു കാര്യമാണ്. തൗഹീദ് പറഞ്ഞു കൊടുത്ത ശേഷം നിസ്സാരം പഠിപ്പിച്ചതോടൊപ്പം പോയി യമനിലേക്ക് പോയതിനു ശേഷം പിന്നെ ഗവർണറായി അയക്കുകയാണ്. ദീൻ പഠിപ്പിച്ചു കൊടുക്കും, നിസ്സാരം പഠിപ്പിച്ചു കൊടുക്കൂ. പിന്നെയോ സകാത്ത് കൊടുക്കാൻ കൽപ്പിക്കൂ. പിടിച്ചെടുത്ത സകാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ മുആദ് വിളിച്ചു പറയുന്ന ഭാഗങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സ്വത്തിൽ സകാത്ത് ബാക്കി വെച്ചുകൊണ്ട് ഇവിടെ വന്ന് പള്ളിയിൽ രാത്രി എത്ര നേരം അവസാന പത്തിൽ മൊത്തം എട്ടിക്കാത്തിരുന്ന് കൈകൾ ഉയർത്തിയാലും അത് എങ്ങനെ സ്വീകരിക്കും? കാരണം തിന്നുന്നത് ഹറാമല്ലേ. കണ്ണുനീര് ഒലിച്ചു പോകട്ടെ, അവ തിരിഞ്ഞു പോലും നോക്കൂല. തിരുന്നത് ഹറാമല്ലേ. എങ്ങനെ സഹോദരങ്ങൾ സക്കാത്തിന്റെ സ്വത്തുകൾ നമുക്ക് നമ്മുടെ സ്വത്തിൽ ബാക്കിയെടുക്കാൻ തോന്നുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 97 സ്വന്തം ചെലവെല്ലാം കഴിഞ്ഞ് കയ്യിൽ പിടിച്ച് 2% നിന്റെ സ്വത്തിൽ നിശ്ചിതമാക്കപ്പെട്ട ഓഹരി നിന്റേതല്ല, എന്റെ കയ്യിൽ ഏൽപ്പിച്ചത് മാത്രമേ ഉള്ളൂ, ഉടമസ്ഥൻ ഞാനല്ല. ഇത് കൃത്യമായി പഠിപ്പിച്ചത് ഉമ്മത്തിങ്ങൾക്ക് എങ്ങനെയാണ്? പിന്നെയോ ഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ സകാത്ത് കൊടുക്കാതെ
അനുസരിക്കാതെ എങ്ങനെ ഇസ്സത്ത് കിട്ടാനാ? ആര് തോണ്ടിയാൽ വേദനിക്കും തരത്തിൽ പരിവർത്തിക്കപ്പെടും, ഇസ്സത്തില്ലാത്ത സമൂഹമായി മാറും. പേര് മുസ്ലിമാണ്, നിസ്കാരമുള്ളത് കൊണ്ട് മുസ്ലിമാവില്ല. ഞാൻ കൊല്ലുമെന്നാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാളെത്തിക്കൊണ്ട് ഗർജിച്ചുകൊണ്ട് പോർക്കളത്തിലേക്ക് ഇറങ്ങിയതും അവരെ ആ സക്കാത്ത് നൽകുന്ന രൂപത്തിൽ ആക്കിക്കൊണ്ടുവന്നതും ഗൗരവത്തോടെ മനസ്സിലാക്കണം. മൂന്ന് കാര്യങ്ങളല്ലാതെ ഒരാളെങ്ങനെ ഇസ്ലാമാകുന്നത്? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഭാഗങ്ങൾ നമുക്കറിയില്ലേ? ഉമ്മയോട് നന്ദി കാണിക്കുന്നു, അള്ളാഹിനോട് നന്ദി കാണിക്കുന്നില്ല. അള്ളാഹ് പറഞ്ഞത് സൂറത്തുൽ ലുഖ്മാൻ, നീ എന്നോട് നന്ദി കാണിക്ക്, നിന്റെ അതേ രൂപത്തിൽ ഉമ്മയോട് നന്ദി കാണിക്ക്. ഉപ്പ ഉമ്മയെ വലിയ കാര്യമാണ്, അള്ളാഹുമായി ബന്ധപ്പെട്ടുള്ള ബന്ധം കുറവാണ്, അള്ളാഹുവിനെ മുസ്ലിമായിരിക്കൂല. അള്ളാഹു വലിയ കാര്യമാണ്, ഉമ്മ കാലിനടിയിൽ അവൻ ചവിട്ടി മെതിക്കുകയാണ്, ഓരോ തീരും ശരിയല്ല. രണ്ടാമത് അള്ളാഹു പറയുന്ന കാര്യം ഒന്നിലധികം സ്ഥലത്ത് അള്ളാഹു എണ്ണി പറഞ്ഞ ഭാഗമാണ് സൂറത്തുൽ മാഇദയിൽ കാണാം, സൂറത്ത് ആൽ-ഇംറാൻ 2-ാം അധ്യായത്തിൽ കാണാം, 5-ാം അധ്യായത്തിൽ കാണാം, പലയിടങ്ങളിലും കാണാം. എന്താ പറയുന്നത്? എന്നെ നിങ്ങൾ അനുസരിക്കണം, എന്റെ റസൂലിനെ അനുസരിക്കണം. എനിക്ക് ഖുർആൻ മതി, റസൂൽ വേണ്ട, റസൂലിന്റെ കൽപ്പനകൾ വേണ്ട, ഹദീസുകൾ വേണ്ട, പ്രമാണമല്ല എന്ന് പറയുന്നവൻ അവനെ മുസ്ലിമായി കൂട്ടാൻ പറ്റൂല, ഇസ്ലാമിക പൂർണ്ണമല്ല. ഒരാൾ പറയാൻ ഖുർആനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമൊന്നും വേണ്ട, അതെന്തും പറയട്ടെ, എനിക്ക് ഒരു പറഞ്ഞത് ഇതിൽ കണ്ടത് അത് കണ്ടത് മാത്രം മതി എന്നത് മാത്രം ജനയെ മാത്രം അംഗീകരിക്കുന്ന ആൾ ഒരു മുസ്ലിമല്ല, ഇസ്ലാമിക പൂർണ്ണമല്ല. പിന്നെയോ അതിനെ കൂടെ ചേർന്ന് പറഞ്ഞ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് നോക്കണം, അഞ്ചു വക്ത് നിസ്കരിക്കുന്നു, ജമാഅത്തിൽ വരുന്ന കറക്റ്റ് നിസ്കാരമാണ്, സുന്നത്ത് നിസ്കാരമുണ്ട്, സകാത്ത് കൊടുക്കുന്നില്ല, ഓരോ ഇസ്ലാമിൽ കൂട്ടണ്ട. മറ്റൊരാളോ കൈ ഇങ്ങനെ വീശി ധാരാളം കൊടുക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു, എല്ലാവർക്കും ദാനധർമ്മം കൊടുക്കുന്നു, സകാത്ത് കൊടുക്കുന്നു, നിസ്കാരത്തിൽ ശ്രദ്ധയില്ല, ഓരോ ഇസ്ലാമിക പൂർണ്ണമല്ല. ഈ മൂന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഏതൊന്നും നോക്കണം. ഇത് ചിന്തിക്കാൻ ഈ റമദാൻ ഏറ്റവും കൂടുതൽ പറ്റിയ സമയമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ സ്വത്തിന്റെ ആ കണക്കൂട്ടൽ കൃത്യമായിരിക്കണം. എന്നിട്ട് അതിൽ നിന്ന് നമ്മുടെ സ്വത്തിൽ നിസാബത്തിലുള്ള 580 ഗ്രാം വെള്ളിയുടെ അത്ര സ്വത്തിന്റെ പണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, മുതലായി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, അതിന് നമ്മൾ എന്താക്കണം? 2.5%. ഇതിന് മേലെ എത്രയും വരട്ടെ, അതിന് താഴെ സക്കാത്തില്ല മാത്രമേ ഉള്ളൂ. 580 ഗ്രാം വെള്ളി നോക്കണം. 590 ഗ്രാം വെള്ളിയുടെ അത്രയും വെള്ളിയുടെ ആ വില വരുന്ന സ്വത്ത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 590 ഗ്രാം, അതിന്റെ ആ വില 2% നമ്മൾ സക്കാത്ത് കൊടുക്കണം. ഗൗരവത്തോടെ ഇസ്ലാം പഠിച്ചത്. കച്ചവടം നടത്തുന്നവരാകട്ടെ, ഞാൻ പാവപ്പെട്ടവരാണ്, കയ്യിൽ 1 ലക്ഷം കയ്യിൽ കരുതിയവനാകട്ടെ, എല്ലാവർക്കും ബാധകമാണ്. ഇത് വീട്ടാതെ നമ്മൾ നിസ്കരിക്കുകയോ കരഞ്ഞോ പിടിച്ചോ ഖുർആനോ മുസ്ലിമേയായി പരിഗണിക്കപ്പെടുകയില്ല. 4 കാര്യങ്ങൾ അനുസരിച്ച് ഒരു മുസ്ലിം ഇല്ല. 5ാമത്തെ ഹജ്ജ് നോക്കുപോലില്ല. പിന്നെയോ ആദ്യത്തെ 2 കാര്യങ്ങളോ അതിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി പോകുന്നതാണ്. നിസ്കാരം കിട്ടിയ കിട്ടി, റമദാനിൽ നോമ്പ് നോറ്റു, ഇത്രയും അര മുസ്ലിങ്ങൾ എങ്ങനെയാ സഹോദരങ്ങളെ ഇസ്സത്ത് ഉണ്ടാവുക? നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം, നമ്മുടെ നാടിന്റെ കുഴപ്പം, മുസ്ലിം എന്ന് ധരിച്ച്, മുസ്ലിമിന്റെ ഡ്രസ് ധരിച്ച്, മുസ്ലിമിന്റെ പേര് വെച്ച് മുസ്ലിമികൾ ഒരുമിച്ച് കൊണ്ടെടുത്തിരുന്ന് മുസ്ലിമികൾ പള്ളിക്കെല്ലാം പോകുന്ന ആളുകളാണ്, ശരിക്കും മുസ്ലിമല്ല. അതുകൊണ്ട് ഈ ഇസ്ലാമിക പൂർണ്ണമാകാതെ അള്ളാന്റെ സഹായം ഉണ്ടാവില്ല എന്നുള്ളതാണ്, ഒരു ഇസ്സത്ത് ഉണ്ടാവില്ല മുസ്ലിം സമൂഹത്തിന് എന്നുള്ളതാണ്. ഈ ഒരു ഗൗരവങ്ങളുടെ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. യഥാർത്ഥ സക്കാത്തിന്റെ രൂപം നമ്മുടെ നാട്ടിൽ നിലവിൽ വരണം. അല്ലാഹു അത്തരത്തിൽ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനാ അല്ലാഹ്. സഹോദരങ്ങളെ, സകാത്ത് നിർബന്ധമായി നൽകേണ്ട നിർബന്ധ ധനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നബി തങ്ങൾ കണ്ട സ്വപ്ന പ്രകാരം ഒരു മുസ്ലിം സകാത്ത് അവന് വേണമെന്ന് ചോദിച്ച് അവരുടെ അടുത്തേക്ക് പോകുമ്പോൾ എനിക്കിത് വേണ്ട എന്ന് പറയുന്ന ഒരു കാലഘട്ടം എത്തും, ഞാൻ പറഞ്ഞ രൂപത്തിൽ സകാത്ത് നടപ്പിലാക്കിയാൽ എന്ന് പറഞ്ഞാണ് റസൂൽ വഫാത്തായത്. തങ്ങളുടെ കാലഘട്ടത്തിൽ അതിനെ നബിതങ്ങൾക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എന്നാൽ ഉമവികളുടെ കാലഘട്ടത്തിൽ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയായിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഭാര്യയോട് പറയുകയാണ്, ഇതെല്ലാം സക്കാത്തിന് ബുദ്ധിമുട്ടുണ്ടാകും, നിനക്ക് ഒന്നെങ്കിൽ എന്നെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നിന്റെ എല്ലാ ആഭരണങ്ങളും അധ്വാനിക്കാതെ ലഭിച്ച മുഴുവൻ പൊതുജനങ്ങൾ ഖജനാവിലേക്ക് നൽകേണ്ടതാണ്, കൊടുക്കും പറഞ്ഞു. മുഴുവൻ സ്വർണ്ണങ്ങളെ ഏൽപ്പിക്കുകയും എന്നിട്ടോ മഹാനായ കൃത്യമായി സക്കാത്ത് സംവിധാനം
സംവിധാനം നടപ്പിലാക്കി വന്ന സന്ദർഭത്തിൽ നാട്ടിൽ പ്രജകൾ മുഴുവൻ മുതലാളികളും ഭരിക്കുന്ന ഭരണീയനായിട്ടുള്ള ഭരണകർത്താവായിട്ടുള്ള ഫക്കീറുമായി തീർന്നു. ഇതിന്റെ കഥകളും ചരിത്രങ്ങളും നമ്മൾ ആവർത്തിച്ചു കേട്ടിട്ടുണ്ട്. ജനങ്ങളുടെ അടുത്തേക്ക് സകാത്തിന്റെ ഇത് നാണയങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഓരോ പറയുന്നത്, ഞങ്ങൾക്ക് കിട്ടാനുള്ള ആവശ്യമുള്ളത് കിട്ടി, നമ്മുടെ ഈ ഒരു വിസ്തീർത്തനം മാറിപ്പോയി എന്നുള്ളതാണ്. അവസാനം കൊണ്ടുപോയി വിതരണം ചെയ്യുന്ന സകാത്തിന്റെ ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഖലീഫയോട് പരാതിപ്പെട്ടപ്പോൾ പറഞ്ഞത്, ചന്തയിലുള്ള അടിമകളെ പിടിച്ച് മോചിപ്പിക്കും. കാരണം വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സകാത്തിന്റെ അവകാശത്തിൽ പറഞ്ഞു, ഇന്നമസ്സലവാതു ലിൽ ഫുഖറാഇ വൽ മസാകിൻ എന്ന് പറഞ്ഞെടുത്ത് അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എന്താ അടിമമോചനം, അടിമമോചനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അവരെ മോചിപ്പിക്കൂ. അങ്ങനെ ഒരുപാട് അടിമകളുടെ അടുത്ത് ഇങ്ങനെ സ്വാതന്ത്ര്യമാക്കി വിട്ടു. നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കിയാൽ എന്തുമാത്രം എല്ലാ മുസ്ലിങ്ങൾക്കും വീടുണ്ടാവും. ശരിക്കും ഞങ്ങൾ പറഞ്ഞ രൂപത്തിൽ സക്കാത്ത് നടപ്പിലാക്കിയാൽ എല്ലാവർക്കും വീട്, മുസ്ലിങ്ങൾ നല്ല നിലയിൽ വിദ്യാഭ്യാസം, വസ്ത്രം, ആളുകളൊക്കെ നല്ല വാഹനങ്ങൾ, ആഹാരം എല്ലാം, പണം കയ്യിൽ മിച്ചം വന്ന് എല്ലാ സൈഡിലുള്ള നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യാൻ മാത്രം ഇത്രയും സമ്പത്ത് മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട് സക്കാത്ത്. പക്ഷേ ഇതിനെ പൗരോഹിത്യം ആ ഒരു ഇരന്തയിൽ നിന്ന് തന്റെ പോക്കറ്റിലേക്ക് വരുന്ന രൂപത്തിൽ മാത്രം പരിമിതപ്പെടുത്തുന്ന രൂപം. ഇതാണ് മുസ്ലിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. യഥാർത്ഥ സക്കാത്ത് സംഘടിതമാണ്. സംഘടിതമായി ചേർത്ത് സംഘടിതമായി ഒരുമിച്ച് കൂട്ടി അവകാശികൾ മാത്രം പരിഗണിച്ച് നൽകുന്ന ഈ സക്കാത്തിന്റെ രൂപം ഇസ്ലാമിക രാജ്യമല്ല. അതുകൊണ്ട് കൊടുത്താൽ നീ കൊടുക്കണ്ട, സെല്ലിലേക്ക് കൊടുക്കണ്ട, അവിടെ കൊടുക്കണ്ട. കൊടുത്താൽ സക്കാത്ത് വീടില്ല. എന്നാലോ എന്താണ് മാസത്തിൽ കണ്ടാൽ ബോധിപ്പിക്കുന്നു. ഇതെല്ലാത്തിനും എന്താണ് ഒരു കൂട്ടം ഉംറക്കും ഹജ്ജിനും എന്താണ് ഒരു കമ്മ്യൂണിറ്റിയിലും പോകുന്നതോ ഇതിനെല്ലാം ഇസ്ലാമിക രാജ്യത്തല്ലാത്തപ്പോ എല്ലാം ഓക്കെ. ഇസ്ലാമിക രാജ്യത്തല്ലാത്ത സ്ഥലത്താണുള്ളത്. ഇതിനെല്ലാം ഇത്തരത്തിലുള്ള വിധികളും മറ്റു കാര്യങ്ങളൊക്കെ നിക്കാഹ് നടത്താൻ ഒരാളോട് നിൽക്കുന്നതും ഇസ്ലാമിക രാജ്യത്തല്ലാത്തത് ഇസ്ലാമിക നേതൃത്വം പാടില്ല എന്ന് പറഞ്ഞാണ് സക്കാത്തിന്റെ കാര്യത്തിൽ ഇതിൽ സംസാരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് സമൂഹത്തെ വഞ്ചിക്കലാണ്, അവകാശം തടഞ്ഞു വെക്കലാണ്. പറയാനുള്ള ഉത്തരവാദിത്വം സക്കാത്ത് നൽകിയില്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിലേക്ക് അയച്ചു കൊടുക്കുന്നത് ശുജാഉൽ അക്റൽ, തലയിൽ മുഴുവൻ മൊട്ടത്തലയായുള്ള ഒരു തരം ഭീകരമായ സർപ്പം. അത് അവനെ പൊതിഞ്ഞുകൊണ്ട് പറയുകയാണ്, ഞാൻ നിന്റെ മാൽ സമ്പത്താണ്, ഞാൻ നിന്റെ എന്താണ് നിന്റെ സ്വത്താണ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നതായി നബി തങ്ങൾ പറഞ്ഞു തരികയാണ്. അത് മാത്രമല്ല ശരീരത്തിലേക്ക് അവരുടെ ചൂട് വെക്കപ്പെടുന്ന തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി മാറുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങൾ, അതേ രൂപത്തിൽ നമ്മുടെ എന്താണ് പള്ളിയുടെ കളക്ഷൻ റമദാനിൽ ഇൻഷാ അല്ലാഹ് 4 ആഴ്ചകളിൽ നടത്തി വരാറുണ്ട്. റമദാനിൽ പ്രത്യേകിച്ച് നമ്മുടെ എന്താണ് മെയിൻ്റനൻസ്, പരിപാലനത്തിലൊക്കെ ചിലവുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സഹോദരിയുടെ ഭാഗത്തും അവിടെ പെട്ടി മറ്റു കാര്യങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വതന്ത്ര വലിയ പുണ്യം കിട്ടുന്ന ഈ ഒരു മാസമാണ്. ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയം അല്ലാഹുവിലേക്ക് അടുത്തുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ധാരാളം ഇത്തരം സഹായ സഹകരണങ്ങൾ പള്ളിയുമായി ബന്ധപ്പെട്ട സഹകരണത്തിന് വേണ്ടി ഇവിടെ പിരിവ് നടത്തുമ്പോൾ നിങ്ങൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേ രൂപത്തിൽ ഒരുപാട് സഹോദരങ്ങൾ നമ്മുടെ നോമ്പ് തുറക്കുള്ള വ്യവസ്ഥകൾക്കും പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ധാരാളം നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എല്ലാവരുടെയും ആ കാര്യങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് തൗഫീഖ് എത്താതിരുന്നാൽ അത്തരം നിയ്യത്ത് വെച്ച ആളുകൾക്ക് അല്ലാഹുവിന്റെ ആ ഒരു മനസ്സ്, ആ ഒരു നിയ്യത്ത് ആ ഒരു പ്രവൃത്തിയിലേക്ക് എത്തിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അതേപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട് പെയിന്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരങ്ങൾ സഹായിച്ചിട്ടുണ്ട്. സഹായിക്കാൻ താല്പര്യമുള്ള സഹോദരങ്ങൾ ഈ പുള്ളിയ റമദാനിൽ ഇത്തരത്തിൽ നന്മകൾക്ക് അവരുടെ സമ്പത്ത് ഉപയോഗിക്കാൻ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹുവേ, റമദാനിൽ നാം പ്രവർത്തിക്കുന്നതായ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുകയാണ്. അല്ലാഹുവേ, പൈശാചികമായ പ്രേരണകളിൽ നിന്ന് മാറി നിന്ന് ആത്മാർത്ഥമായി നിന്നിലേക്ക് അടുക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഞങ്ങളുടെ ഈ ശ്രമത്തെ നീ വിജയിപ്പിക്കുകയാണ്. അല്ലാഹുവേ, ഓരോ നമസ്കാരങ്ങളിലാകട്ടെ വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ആവേശം കാണിക്കുന്നവരുടെ ഈ ആവേശം അല്ലാഹുവേ എന്നും നിലനിർത്തി തരയണമേ.
അല്ലാഹുവേ ഈമാനിന്റെ ചൈതന്യം അത് നമ്മുടെ ഹൃദയത്തിൽ പൊട്ടിപ്പറക്കുകയാണ് റബ്ബേ, അത് പച്ചപിടിക്കുകയാണ് റബ്ബേ. റമളാനിൽ ഈ ചൈതന്യം മരണം വരെ നിലനിർത്താനാകാം. അല്ലാഹുവേ കൈകൾ നീട്ടാതെ സദഖകൾക്കും മറ്റും ആ സദഖകൾക്കും ഞങ്ങൾ നീട്ടി നൽകുന്നു റബ്ബേ. അവകൾക്ക് നീ വാഗ്ദാനം ചെയ്ത ഇരട്ടി പ്രതിഫലം ഞങ്ങളുടെ ആശ്രമങ്ങൾക്ക് നീ നൽകിയതേ. അതാ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള സഹകരണങ്ങളിൽ നമ്മൾ മുന്നേറും റബ്ബേ. ആ എല്ലാ സഹകരണങ്ങളിലും നീ ഇഷ്ടപ്പെടുന്ന ഭവനത്തെ ആ പ്രതിഫലം മോഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായാണ് റബ്ബേ അല്ലാഹുവേ ആത്മാർത്ഥതയായ പ്രതിഫലം നൽകിയത്. അതാ പട്ടിണി ദാഹവും അതേപോലെ വികാരങ്ങളെ നിയന്ത്രിച്ച് നിന്നിലേക്ക് നോക്കുന്നു റബ്ബേ. പ്രയാണ കവാടത്തെ ഞങ്ങൾ സ്വപ്നം കാണുന്നു റബ്ബേ. ഞങ്ങളെ നീ ഞങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം അല്ലാഹുവേ ആ കവാടത്തിൽ സ്വർഗീയ ആരാമത്തിലേക്ക് നീ നയിക്കണമേ റബ്ബേ. ജനാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് നീ ഇടം നൽകണം റബ്ബേ. രാത്രിയാമങ്ങളിൽ നിന്നിലേക്ക് കൈകൾ ഉയർത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, പാപമോചനം ആഗ്രഹിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ ആ എല്ലാ പാപങ്ങളെയും നീ വിട്ടുകൊടുത്തു മാപ്പാക്കണമേ റബ്ബേ. റബ്ബേ ആത്മാർത്ഥമായി നമ്മുടെ സ്ഥാപനങ്ങൾക്കും മറ്റും സഹകരിക്കുന്ന അതിനെ സഹായിക്കുന്ന എല്ലാ ആളുകളെയും അവരുടെ ഉദ്ദേശങ്ങളും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നീ സഫലീകരിച്ചു കൊടുക്കണമേ നാഥാ. റമളാൻ മാസത്തിൽ പോലും ലോകം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരുപാട് സഹോദരന്മാരുടെ സഹോദരങ്ങളുണ്ട്. അവരുടെ എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കുകയാണ് നാഥാ. അവരുടെ ആരോഗ്യത്തോടെ അവരുടെ ആ പൊതുജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തൗഫീഖ് നൽകണമേ നാഥാ. ഈ റമളാനിലും കടബാധ്യതകൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ട് ഞെരുക്കം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് നാഥാ. കടങ്ങൾ വീട്ടി സന്തോഷത്തോടുകൂടെ പുഞ്ചിരിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണമേ നാഥാ. അല്ലാഹുവേ ഈമാൻ സലാമത്തായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ നാഥാ. അല്ലാഹുവേ ഭയപ്പെടുന്ന ചുറ്റുപാടിൽ നമ്മുടെ മക്കളെ മുത്തഖീന ഇമാമാണെന്ന് പറയുന്ന പദവിയിലേക്ക് നീ ഉയർത്തിക്കൊണ്ടുവരേണമേ നാഥാ. വിശുദ്ധ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തമാക്കണമേ നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب دعوات يا قاضي الحاجات. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. امين برحمتك يا ارحم الراحمين.